തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാട്ടിയ ആവേശമെന്ന് CPM-ന് ബാധ്യതയാവുകയാണോ? വികസനവും ഭരണ തുടർച്ചയും ചർച്ചയാക്കേണ്ട ഘട്ടത്തിൽ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ നിന്നുയരുന്ന കലാപക്കൊടി AKG സെന്ററിനെ ഞെട്ടിക്കുകയാണ്. ഇത് വെറുമൊരു പ്രാദേശിക എതിർപ്പല്ല, സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള തുറന്ന യുദ്ധപ്രഖ്യാപനം കൂടിയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിയുന്ന തളിപ്പറമ്പ് സീറ്റാണ് തർക്കത്തിന്റെ കേന്ദ്രബിന്ദു. ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. പാർട്ടിയുടെ കരുത്തുറ്റ ചാണക്യനെ സ്വന്തം നാട്ടുകാരൻ തന്നെ സ്വജനപക്ഷപാതി എന്ന് വിളിച്ച് കടന്നാക്രമിക്കുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് CPM-ന്റെ സംഘടനാ മാന്യതയാണ്. വികസനവും ഭരണനേട്ടവും പറഞ്ഞ് മൂന്നാം ഊഴത്തിനായി വോട്ട് തേടേണ്ട ഘട്ടത്തിൽ കുടുംബ വാഴ്ചയുടെയും പ്രാദേശിക മുൻഗണനകളുടെയും പേരിൽ കലഹിക്കുകയും പാർട്ടി വിട്ട സ്വന്തം നേതാക്കൾക്ക് മറുപടി പറഞ്ഞ് പ്രതിരോധം തീർക്കുകയും ചെയ്യേണ്ട ഗതികേടിൽ കൂടിയാണ് CPM. 1980-കളുടെ മധ്യത്തിൽ CPM-ൽ MVR ഉയർത്തിയ ബദൽ രേഖാ വിവാദം പ്രത്യയശാസ്ത്രപരമായ തർക്കമായിരുന്നു. എന്നാൽ TK ഗോവിന്ദൻ ഉയർത്തുന്ന കലാപം പ്രത്യയശാസ്ത്രപരമല്ല, മറിച്ച് സംഘടനാപരമായ നീതികേടിനും പാർട്ടിയിലെ വ്യക്തി കേന്ദ്രീകൃത അധികാരഘടനക്കും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾക്കുമെതിരെയാണ്. ആന്തൂരിലെ സാജന്റെ ആത്മഹത്യയും PK ശ്യാമളക്കെതിരെയുള്ള പഴയ ആരോപണങ്ങളും വീണ്ടും ചർച്ചകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു. പാർട്ടി പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണന് ലഭിക്കുന്ന പിന്തുണ നേതൃത്വത്തിന് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. അണികൾക്കിടയിൽ പുകയുന്ന അതൃപ്തി ചെറുതല്ല. CPM-ലെ വിമതരെ പിന്തുണച്ച് അമ്പലപ്പുഴ മോഡൽ തളിപ്പറമ്പിലും പയ്യന്നൂരും പരീക്ഷിക്കാൻ UDF തയ്യാറാകുമോ? നേതൃത്വത്തിന്റെ ഏകാധിപത്യപരമായ നീക്കങ്ങൾക്കെതിരെയുള്ള ഈ കലാപം വോട്ടെണ്ണുമ്പോൾ എന്ത് പ്രതിഫലനം ഉണ്ടാക്കും? CPM ഈ കടമ്പ എങ്ങനെ മറികടക്കും? കേരളം ഉറ്റുനോക്കുകയാണ്.